തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. കണ്ണൂരിൽ കോൺഗ്രസിന് ഇരുട്ടടി. മുൻ ഇരിട്ടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് വർഗീസ് പാർട്ടി വിടുന്നു. ബി.ജെ.പി. നേതാക്കളുമായി തോമസ് വർഗീസ് സംസാരിച്ചു. കേരള കോൺഗ്രസ് എം നേതാക്കളോടും തോമസ് വർഗീസ് ആശയവിനിമയം നടത്തി. സണ്ണി ജോസഫിന്റെ പ്രതികാര നടപടിയാണ് തന്നെ DCC ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിവാക്കാൻ കാരണമെന്ന് തോമസ് വർഗീസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതിനുശേഷം ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തു. വിവിധ രാഷ്ട്രീയ കക്ഷിയുടെ ആളുകൾ കോൺടാക്ട് ചെയ്തു. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയത്തിലുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള ഇരിട്ടിയിലെ ഒരുപാട് സാമൂഹ്യ രംഗത്തുള്ള ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തു. ധാരാളം ആളുകൾ വീട്ടിൽ വന്നു. ഈ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ വേണ്ടി പോവാണ്. പേരാവൂരിൽ തന്നെയാണ് തോമസ് സാറിന് ഉള്ളത്. അവിടെ തോമസ് സാറിൻ്റെ മണ്ഡലം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ആ തരത്തിലുള്ള ആലോചനകൾ എന്തെങ്കിലും നടക്കുന്നുണ്ട്? അല്ല, അങ്ങനെ പല ആളുകളും എന്നെ വിളിച്ചിരുന്നു. സാധിച്ചില്ലെങ്കിൽ മറിച്ചുള്ള തീരുമാനങ്ങൾ അത് അന്നേരം ആലോചിക്കും. അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ തുടരുന്നുണ്ട്. അർജുൻ, വിസ്മയങ്ങൾ ഇപ്പോൾ എവിടെയൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു നീക്കം അതിൽ ഒരു ഇരുട്ടടി തന്നെയാണ്, അല്ലെങ്കിൽ ഇരുട്ടിയിൽ നിന്നുള്ള ഇരുട്ടടി എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. തോമസ് വർഗീസ് ഭാരവാഹിത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് KPCC പ്രസിഡന്റിന് അടക്കം എതിരെ ഉന്നയിച്ചുകൊണ്ട് ഇതിൽ രംഗത്ത് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ ഇനിയുള്ള നീക്കം? ശ്രുതി, തീർച്ചയായിട്ടും അതായത് കേരളത്തിലെമ്പാടും വിസ്മയങ്ങൾ ഉണ്ടാവും എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വിസ്മയമായി ഇരിട്ടിയിൽ നിന്നുള്ള തോമസ് വർഗീസ് മാറുമോ എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന രാഷ്ട്രീയ ആകാംക്ഷ എന്ന് പറയുന്നത്. KPCC പ്രസിഡന്റ് അതായത് സണ്ണി ജോസഫ് ഇടപെട്ടുകൊണ്ട് തന്നെ DCC ജനറൽ സെക്രട്ടറിയായി ആദ്യം പ്രഖ്യാപിച്ച പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ താൻ വലിയ അമർഷത്തിലാണ് ഉള്ളത്. കാരണം തനിക്ക് ഒരു അയോഗ്യതയുമില്ല. ഏകദേശം 8 വർഷത്തോളം ഇരിട്ടിയിലെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റായി നിന്നയാളാണ്. അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ചു. പക്ഷേ അതിനൊക്കെ ശേഷം ഇത്തരത്തിൽ അവഗണന നേരിടേണ്ടി വരുന്നത് വലിയ രീതിയിൽ സങ്കടമുണ്ടാക്കുകയാണ് എന്നുള്ളതാണ് തോമസ് വർഗീസിന്റെ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കുന്നത്. BJP നേതൃത്വവുമായി തോമസ് വർഗീസ് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടെ ഇപ്പോൾ KK ശൈലജ ടീച്ചർ LDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അവിടെ പേരാവൂരിൽ മത്സരിക്കുന്നു. പേരാവൂരിൽ തന്നെ തോമസ് വർഗീസിനെ BJP സ്ഥാനാർത്ഥിയായി നിർത്തുകയാണെങ്കിൽ അവിടെ വാശിയേറിയ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറും. അവിടെ KPCC അധ്യക്ഷൻ വെള്ളം കുടിക്കേണ്ട സാഹചര്യത്തിൽ, കാരണം കോൺഗ്രസിൽ നിന്നാണ് തോമസ് വർഗീസ് കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ വോട്ടാണുകൾ കൂടിയും അങ്ങനെ BJP സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ മാറും. ഒരു പ്രവചനാതീത മത്സരത്തിലേക്ക് കാര്യങ്ങൾ മാറും. എന്തായാലും BJP നേതൃത്വവുമായി തോമസ് വർഗീസ് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിന് ഇരുട്ടടി, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ജില്ലയിലെ കോൺഗ്രസിനും അതുപോലെ തന്നെ ഇരിട്ടിയിലെ കോൺഗ്രസിന് KPCC അധ്യക്ഷനൊക്കെ ഇരുട്ടടിയാവുന്ന ഒരു പ്രഹരം തന്നെയാണ് ഇപ്പോൾ തോമസ് വർഗീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അദ്ദേഹം കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് പോകും. പക്ഷേ എങ്ങോട്ട് പോകും? BJPയിലേക്ക് പോകുമോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. BJP നേതൃത്വവുമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ് നേതൃത്വം അങ്ങനെ സംസാരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നില്ല. തോമസ് വർഗീസിന്റെ ഇനിയുള്ള നീക്കങ്ങൾ എന്താണെന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.